വികാരം ചർച്ച ചെയ്തിട്ടേയില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഇല്ല. അത് UDFും BJPയും നടത്തിയ സർവേയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം പറഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇത് തീരുമാനങ്ങൾ എടുത്താൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മറ്റൊരു കാര്യം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഗവൺമെൻറ്റാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്കും പെൻഷൻ വർധനവായിരുന്നാലും പുതിയ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ ഒരു അനുകൂല നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. നിയമത്തിൽ നിന്ന് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ LDFിൻ്റെ പ്രതിനിധി ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ ഭയമായിരുന്നു UDFിനും BJPക്കും. അതുകൊണ്ട് അവർ ചെയ്തത്, അവരുടെ പബ്ലിക് റിലേഷൻസ് അതിൻ്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ള വൻകിട കമ്പനികളുടെ ഉപദേശപ്രകാരം ചർച്ചകൾ വ്യക്തിപരമായി നടത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ വിഷയങ്ങൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം നിയമമണ്ഡലത്തിലാണ് റോഡ് ഷോ നടത്തിയത്. ആ റോഡ് ഷോ നടത്തിയതിൽ അവിടെ നിയമമണ്ഡലത്തിലെ ആൾക്കാരെ അഭിവാദ്യം ചെയ്തതിന് വേണ്ടി വളരെ കുറച്ച് പേർ മാത്രമേ നിയമമണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഇറക്കി അഭിവാദ്യം ചെയ്ത സ്ഥിതിവിശേഷമാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എന്നതിലപ്പുറം വളരെ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അങ്ങനെ എന്താണ് ഫലം എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന സമയമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പ്രതികരണം നമ്മൾ തേടുന്നതും. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ആത്മവിശ്വാസമാണോ? ഏതെങ്കിലും തരത്തിൽ അനുകൂലമോ പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടോ തുടങ്ങിയതൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്.